എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറെ പേര് എന്നോട് ചോദിക്കണ്ടായി, ഇപ്പൊ സാധാരണ നാച്ചുറൽ മെത്തേഡ് അല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം മുടി കൊഴിച്ചിൽ നിർത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ തിരക്ക് കാരണം അവർക്ക് ഓൾറെഡി ഈ ഒരു നാച്ചുറൽ മെത്തേഡ്സും ഇങ്ങനത്തെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് തേക്കാൻ പറ്റില്ല. പിന്നെ കുറെ പേർക്ക് എന്താ വെച്ചാൽ ഇങ്ങനത്തെ തേച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നീരിറക്കം വരിക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കാണ് ഞാൻ ഇത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസമായിട്ട് എനിക്ക് ഹെയർ കെയർ തീരെ തന്നെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ ഒരു ടൈമിൽ ഞാൻ ട്രൈ ചെയ്തൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ടാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്. ഇതൊരു ആയുർവേദ കമ്പനിയാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മിറാക്കുലസ് മേത്തി ഭൃംഗരാജൻ ആംല ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഭൃംഗരാജിന്റെ പാക്കുകളൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതില് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് നമ്മുടെ ഉലുവയാണ്. പിന്നെ നമുക്ക് ഇതിൽ ആംലയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്മെൽ വൈസ് നോക്കുമ്പോഴായാലും ഞാൻ ഇപ്പോൾ കാണിച്ചു തരട്ടെ, ഇങ്ങനെ ഒരു പാക്കേജിങ് ആണ്. അപ്പൊ ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഒരു 4-5 തവണയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി വൺസ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇത്രയായി ഈ സംഭവം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ, ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആവുണ്ടോന്ന് അറിയില്ല. ശരിക്കും ആ ഒരു നമ്മുടെ ഉലുവയുടെ തരികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ, ചെറിയ ചെറിയ തരികൾ കേട്ടോ. ഇപ്പൊ ഇങ്ങനെ എന്റെ കയ്യില് ഒരു മിനിറ്റ് സൂം ചെയ്യട്ടെ. ഇപ്പൊ ഇങ്ങനെ എന്റെ കയ്യിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഉലുവയുടെ തരികളാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു തരികളൊക്കെ ശരിക്കും നല്ലൊരു സ്മെല്ലാണ്. ഫ്ലേവർ വൈസ് നോക്കുമ്പോഴായാലും നല്ല സ്മെല്ലാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഇപ്പോൾ ഒരു ദിവസം ഇത് തേക്കുമ്പോൾ ആ ഒരു ദിവസം മാത്രം ഞാൻ ഓയിൽ ഇടാറില്ല. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു ദിവസം നിങ്ങൾ ഓയിൽ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ, ഇപ്പൊ കുറെ ബ്രാൻഡ്സിന്റെ ബാഗ് ഉണ്ടല്ലോ, കുറെ ഇതുകളുണ്ട്. അപ്പൊ ഞാൻ തന്നെ 2-3 ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കണ്ടോ, അത്യാവശ്യം ഇപ്പോൾ ഇത് എത്ര ml ആണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് എന്ന് പറഞ്ഞാൽ 795 rupees ഉണ്ട്. പക്ഷെ അതിനുള്ള വേർത്ത് ഉണ്ട്. ഇതിൽ എത്ര ml ഒന്നും കാണാനില്ല കേട്ടോ ശരിക്കും. ഇതെന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചത് 200 gram ആണ്. അപ്പൊ അത്യാവശ്യം ഇപ്പൊ ഇനി ഒരു 5 പ്രാവശ്യം കൂടി യൂസ് ചെയ്യാനുള്ള അത്ര ഇതുണ്ട് കേട്ടോ. അപ്പൊ ഒരു 10-15 തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ശരിക്കും ആദ്യം നന്നായിട്ട് സ്കാൽപ്പില് ഇതുപോലെ ഇങ്ങനെ വകച്ചിൽ എടുത്തിട്ട് നന്നായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ ഹെയർസിന്റെ ടിപ്സിലേക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് അത്ര അധികം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു സ്കാൽപ്പിലാണ് നന്നായിട്ടും ആക്കി കൊടുക്കാറ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ചിക്കോർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേശ്ശെ എടുത്തിട്ട് ശരിക്കും സ്കാൽപ്പിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ കേട്ടോ. പിന്നെ എന്താണ് ഇതിന് പ്രത്യേകത, ഇത് തന്നെയാണ് പ്രത്യേകത. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഓക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ തീരെ സമയമില്ലാത്തവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഇടുക. ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ദിവസം നിങ്ങൾ ഹോട്ട് ഓയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഏതെങ്കിലും തിരക്കുള്ള ദിവസം നിങ്ങൾക്ക് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോഴും ആ ഒരു കല്യാണത്തിന്റെ അവസരത്തിൽ വാങ്ങിച്ചതാണ്. അപ്പൊ ഞാനിപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ വീക്കിലി വൺസ് ഞാനിപ്പോ ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെയാണ് എനിക്ക് മെയിനായിട്ടും കുറച്ച് ഡാൻഡ്രഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഡാൻഡ്രഫ് അങ്ങനെ പോകുന്നൊന്നുമില്ല എന്ന് തോന്നുന്നു ഇതിൽ മെയിനായിട്ടും. പക്ഷെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ തീരെ കെയർ ചെയ്യേണ്ടായിരുന്നപ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടോ. ഇപ്പൊ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറവുണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. അത്ര ഓവറായിട്ടല്ല, മൈൽഡായിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ ചെയ്യുന്ന മാതിരി തന്നെ ജസ്റ്റ് കണ്ടു ഇങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്കാൽപ്പിലാവാൻ വേണ്ടിയിട്ട് മാത്രം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു കുറച്ചൊരു ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴായാലും നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാസത്തിന് മേലെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കല്യാണം ആ ഒരു ടൈമിലല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒരു മാസമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയാന്ന് വെച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ക്രീമുകളെ പറ്റിയിട്ടൊക്കെ. ഇനി നമുക്ക് വേറെ ക്രീം ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ എന്തായാലും വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് അങ്ങനെ എന്ന് വെച്ചാൽ കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്, കുറേ റിവ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഓരോ ക്രീമുകൾ നോക്കിയിട്ട് പറയട്ടെ, പരീക്ഷിച്ചിട്ട്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ, നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഷാമ്പൂ ഉണ്ട്. ഷാമ്പു എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഓക്കെ ആയിട്ട് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ആക്കാൻ, ഇവിടെ എവിടെയോ ഉണ്ട് ഷാമ്പു എന്ന് പറഞ്ഞാൽ ഇതിനൊരു ക്ലെൻസർ എന്നാണ്. അത്ര ഒരു എനിക്ക് ചിലപ്പോൾ ആ ഒരു ശരിക്കും ഒരു അധികം പതയില്ല, കുഴപ്പമില്ല. നാളെ തീരെ മോശം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ആ ഒരു ഷാമ്പു ആണോ ഈ ഒരു പാക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഞാൻ പാക്ക് തന്നെയാണ് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷാമ്പു എനിക്ക് അത്ര അങ്ങോട്ട് നമ്മൾ ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവര് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ കൂമ്പ് വെച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ കോമ്പ് ചെയ്യാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു വെറ്റായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുടി ചിലപ്പോൾ ഒരു കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോമ്പ് ചെയ്താൽ ചിലപ്പോൾ മുടി കൊഴിയെന്ന് വെച്ചിട്ട് ഞാൻ കോമ്പ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് ഒരു 30 മിനിറ്റാണ് സാധാരണ നോർമലായിട്ട് ഒരു 30 മിനിറ്റ് ഇത് വെച്ചിട്ടിരിക്കുക. ഇനി ഡീപ്പ് കണ്ടീഷനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്സ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു അരമണിക്കൂർ ഒക്കെ വെക്കാറുള്ളൂ. ചിലപ്പോൾ പണി ഉണ്ടെങ്കിൽ 45 മിനിറ്റ് വെക്കും, അതിനെങ്കിലും കൂടുതലും വെക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഷാമ്പു യൂസ് ചെയ്ത് കഴുകണം കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ മാസ്ക് അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഓയിലൊക്കെ തേച്ച് ഇങ്ങനെ വെറ്റ് ഇങ്ങനെ ഒരു ഓയിൽ തേച്ചിട്ട് നമ്മൾ ഷാമ്പൂടെ അത് കുളിച്ചാൽ എങ്ങനെയാ മുടി ഇരിക്കുക, ആ ഒരു മുടിയുടെ അവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.